my dear colleague, Kerala Pradesh Congress Committee President Sri Ramesh Chennithala, the Foreign Simplicity for and Active, the For and Cultural Indian National Congress, the Act Party Leader Sri K. Karunakaran, the member of Legislative, the full availability, the Thought and Simplicity, the Count and Equilibrium, the Umman Chandi, the Theory Support and Kerala Pradesh Youth Congress Committee, the Vishnunath, the Foreign Activity for and India throughout one Global and Inter and Arability for Indian National Congress. ഈ വേദിയിലിരിക്കുന്ന സമുന്നതനായ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരെ, ഏറ്റവും ആദരണീയനായ കോൺഗ്രസ് ലീഡർ ശ്രീ കെ കരുണാകരൻ, കേരളത്തിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുത്തനായ അധ്യക്ഷൻ ശ്രീ രമേശ് ചെന്നിത്തല, ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി, യൂത്ത് കോൺഗ്രസിന്റെ ആവേശവും യുവാക്കളുടെ ആത്മാഭിമാനവുമായ ശ്രീ വിഷ്ണുനാഥ്, എന്റെ മുന്നിലിരിക്കുന്ന പാരം പോലെയുള്ള മഹാജനസാഗരമേ, my independence the foreign in India in 98 and August 11 o'clock night India the foreign and TV for and federalism at the momentalism art and ability and cultural the woman's thought. നമ്മുടെ രാജ്യത്തിന് വ്യക്തപരമായ ഒരു കാഴ്ചപ്പാടുണ്ട്, നമ്മുടെ രാജ്യത്തിന് വ്യക്തപരമായ ഒരു മൂല്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഈ മുന്നോട്ടുള്ള പോക്കുന്ന ഏറ്റവും വലിയ അടിത്തറയാണ് ഫെഡറലിസം. ഫെഡറലിസം എന്ന് രാജ്യത്തിൽ നിന്ന് വിട്ടുപോകുന്നവോ അന്ന് ഈ രാജ്യം അരാജകത്വത്തിന്റെ വഴിയിലേക്കാകും. അതിന് ഈ രാജ്യം ഫെഡറലിസം ഈ രാജ്യത്ത് നിലനിൽക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇക്കാലമേ എത്രയും പാടുപെട്ട് ഈ രാജ്യത്ത് കോൺഗ്രസ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തു. 1948 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയോടുകൂടി ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയമ്മയുടെ മുകളിൽ ഉയർന്നത് മുതൽ കോൺഗ്രസ് രാജ്യത്ത് ഉയർത്തപ്പെടുന്ന മുദ്രാവാക്യം രാജ്യത്തെ ഏകീകരണവും ജനാധിപത്യവുമാണ്. Congress Party, the foreign simplicity for and activities dot and politate, and availability for Indian Parliament, the foreign activities dot and Pandit Jawaharlal Nehru ji, and others Hindu, Muslim, Christian sport and Sikh sport and equalot, and economic the foreign and activities dot and fortitude to India. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുജി മുതൽ ഈ രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന സന്ദേശം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും രാജ്യത്തിന്റെ മൂല്യങ്ങളാണ്. അവരൊത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ ഈ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടിയുള്ള ആക്കം കൂട്ടുമെന്ന് ചരിത്രപരമായി ഇക്കാലം തെളിയിച്ചിട്ടുണ്ട്. വേദനാജനകമായ ചില സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നെങ്കിലും ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ത്യക്ക് അത് അപമാനകരമായ ഒരു സംഭവമായിരുന്നു എന്നത് ഞാൻ ഈ സമയത്ത് വിസ്മരിക്കുന്നില്ല. Indian National Congress Board and a thought and India and Pupil Cultural Society and Assam and Bihar and Punjab before and Kerala and accluded to support and support and active Indian National Congress. ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ ഉയർത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. പഞ്ചാബും ആസാമും കേരളവും അങ്ങനെ രാജ്യത്തിന്റെ മുക്കുമൂലകളിലുള്ള സകലമാന ദിശകളും ഇന്ത്യയുടെ അഭിമാനത്തിന്റെ കേന്ദ്രങ്ങളാണ്. ഈ അഭിമാനത്തിന്റെ കേന്ദ്രങ്ങൾ മുന്നോട്ട് വരുമ്പോഴേ രാജ്യത്തിന്റെ പൗരാണികപരമായ ആവേശത്തിലൂടെ ലോക സമൂഹത്തിന്റെ മുന്നിൽ ഇന്ത്യക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയുകയുള്ളൂ. അതേപോലെ ഇന്ത്യ അതേപോലെ പോർട്ടിട്ട് പോലെ and 92 the Babar Masjid for an inclusive start and actively and ability short and protect short and cultural women society. ഞാനൊരു കാര്യം എന്റെ മുന്നിലിരിക്കുന്ന പാരം പോലെയുള്ള ജനസാഗരത്തിന് സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. 1992 ഡിസംബർ 6 ഇവിടെ നടന്നതൊരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു. അന്ന് ഇന്ത്യയുടെ അധികാരത്തിന്റെ ശ്രീകോവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിക്കുന്നു എന്നതിൽ വേദനാജനകമായി ഇന്നും വേദന അനുഭവിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ. കാരണം ഹിന്ദുവും മുസൽമാനും രാജ്യത്തിന്റെ അഭിമാനങ്ങളാണ്. അവിടെ ഒരു ആരാധനയും രാജ്യത്ത് തകർക്കപ്പെടാൻ പാടില്ല. അത് ഇന്ത്യയുടെ അഭിമാനത്തിന്റെ പുരകങ്ങളാണ്. And available sort and what and grievous one and cultural for one sort says India Parliament the available sort and what is it what India Parliament member of legislative and economic and categories and reviews who sort and include and close that ഇന്ത്യയുടെ പാർലമെന്റിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഒരു കാര്യം ഞാൻ എന്റെ മുന്നിലിരിക്കുന്ന പാരാപാരം പോലെയുള്ള ജനസാഗരത്തിന് സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു.
ആഞ്ഞടിച്ചു വരുന്ന തിരമാലകൾക്ക് അകമ്പടിയായി വരുന്ന മണൽത്തരികളിൽ എന്റെ വാക്കിന് ഒരു പക്ഷേ കാതോർക്കുന്നുണ്ടാവും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ അധികാരം കിട്ടിയാൽ രാജ്യത്ത് മതേതരത്വം തകരില്ല. രാജ്യത്ത് മതേതരത്വം തകരില്ല എന്ന് മാത്രമല്ല, രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതമായി രാജ്യത്ത് ജീവിക്കാം എന്ന് ഉറപ്പ് ഈ അവസരത്തിൽ ഞാൻ തരാൻ ആഗ്രഹിക്കുകയാണ്. Agriculture support and literature. Multiculation, integration, naticulation, singularity, singularity, sort and people put out there to India. And activity with Kashmir and thought and thought and people of available thought and tools and youth and thought as well. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലെ അടിത്തറ, ഇന്ത്യയുടെ ആത്മാഭിമാനം പാവപ്പെട്ട കർഷക തൊഴിലാളികളാണ്. കർഷക തൊഴിലാളികളെ പുറ്റിച്ചിന്തിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണം കൈകാളാൻ ഒരു വ്യക്തികൾക്കും സാധ്യമല്ല. ഇന്ത്യയുടെ പാർലമെന്റിൽ നിരവധി വിഷയങ്ങൾ വന്നപ്പോഴും അന്നും ഞങ്ങൾ പറഞ്ഞു, മഹാത്മാഗാന്ധി പറഞ്ഞത് ഇന്ത്യയുടെ ആത്മാവ് കാണണമെങ്കിൽ അത് രാജ്യത്തിലെ കർഷക തൊഴിലാളികളാണ്. രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം എന്ന് കർഷക തൊഴിലാളികൾ പട്ടിണി കിടന്ന് ഒരു വിഭാഗം വ്യവസായികൾ രാജ്യത്ത് സുഖാനുഭവമായി കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ വികസനം എന്ന് പറയാൻ കഴിയില്ല. ആ വികസനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കലും സ്വപ്നം കാണുന്നില്ല. ഞാൻ എന്റെ പ്രഭാഷണം ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. Before an active vote and election, before an economic student and Kerala state, the stone and simplicity for an leader Sri K. Karunakaran, before an institute on elites and Congress party, before an politics. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പിന്നിലിരിക്കുന്ന ലീഡർ ശ്രീ കെ കരുണാകരൻ ഇന്ത്യയിലെ തലയെടുപ്പുള്ള കോൺഗ്രസ് നേതാവാണ്. ശ്രീ രാജീവ് ഗാന്ധിക്ക് ശേഷം ഇന്ത്യയുടെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ കാര്യങ്ങൾ നിർദ്ദേശിക്കാൻ ഇന്ത്യയിൽ കൽപ്പുള്ള ഏക നേതാവാണ് ലീഡർ ശ്രീ കെ കരുണാകരൻ. അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലമായ ഈ കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഒരു ശക്തമായി മുന്നോട്ട് വരട്ടെ എന്ന് എന്റെ മുന്നിലിരിക്കുന്ന ഈ ജനസാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന്റെ ഒരു ചെറിയൊരു നിമിഷം രാജ്യത്തിന്റെ ഐക്യത്തിനും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും വേണ്ടി വിനിയോഗിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.